എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ അതാ ഇന്നത്തെ വീഡിയോ ഈ ഒരു ഗണപതി ഹോമത്തോടുകൂടി നല്ല ഐശ്വര്യമായിട്ട് തന്നെ തുടങ്ങാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എൻ്റെ മാമൻ്റെ ഹൗസ് വാമിംഗ് ആണ്. ഇപ്പോൾ സമയം ഏകദേശം എനിക്ക് തോന്നുന്നു 5:30 കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അകത്ത് ഗണപതി ഹോമം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇപ്പം നമ്മൾ ഫാമിലി മാത്രമേ ഉള്ളൂ. ആ പുറത്തിരിക്കുന്നത് എൻ്റെ അമ്മയും അമ്മമ്മയും മാമന്മാരും അനിയത്തിയും ഒക്കെയാണ്. അപ്പോൾ അതെ, ഈ റോസ് ചുരിദാറിട്ടതാണ് മാമി, അവിടെ ഇരിക്കുന്നതാണ് മാമനും. അവരുടെയാണ് ഇന്നത്തെ ഹൗസ് വാമിംഗ്. ഇതാണ് മാധവിക്കുട്ടി, എൻ്റെ അമ്മമ്മയാണ്. മാമന് 2 മക്കളുമാണിത്, ശിവാനിയും അനന്തവും. കുറച്ച് സമയം ഞാനും അവിടെയൊക്കെ ഇരുന്നിട്ടുണ്ടായി. പിന്നെ അതിനുശേഷം ഞങ്ങളെല്ലാവരും കൂടി പൂവൊക്കെ വെച്ചിട്ട് ചെറിയ രീതിയിൽ ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാന്ന് വെച്ചു. ഇന്നെൻ്റെ വീട്ടുകൂടലാണ് എല്ലാവരും വരിക. ചെറിയ രീതിയിലുള്ള ഡെക്കറേഷനൊക്കെ കഴിഞ്ഞപ്പോഴേക്കും പാല് കാച്ചാനുള്ള സമയമായിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങളെല്ലാവരും കൂടി നേരെ കിച്ചണിലേക്ക് പോയായിരുന്നു. ഈ ഒരു ടൈമിൽ എല്ലാവരും ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് പാലിങ്ങനെ തിളച്ച് പോകുന്നത് കാണാൻ വേണ്ടി നോക്കി നിൽക്കുമായിരുന്നു. അതിനിടയിൽ എൻ്റെ അമ്മ പറയുന്നുണ്ടായിരുന്നു, എല്ലാവരും കൂടി ഇങ്ങനെ നോക്കി നിൽക്കല്ലേ, നോക്കി നിൽക്കുമ്പോൾ പാല് പൊങ്ങി വരൂല. എന്നാൽ അതങ്ങനെ ആണല്ലോ. നമ്മളിപ്പോൾ സാധാരണ പാൽ ഇങ്ങനെ അടുപ്പത്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നോക്കിക്കൊണ്ടിരുന്ന് കഴിഞ്ഞാൽ അത് പൊങ്ങി വരില്ലല്ലോ. നമ്മൾ പോയി കഴിഞ്ഞാൽ അത് പൊങ്ങി വരുമോ? പാല് കാച്ചൽ ചടങ്ങ് നല്ല രീതിയിൽ കഴിഞ്ഞു. ഇനി അടുത്തത് നെയിം റിവീലിംഗ് ചടങ്ങാണ് വീടിൻ്റെ. അപ്പം മാമനും അമ്മമ്മയും എല്ലാവരും കൂടി നെയിം റിവീൽ ചെയ്യാൻ പോവാണ്. നല്ല രീതിയിൽ എന്തെങ്കിലുമൊക്കെ വെച്ച് ഡെക്കറേറ്റ് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ രാവിലത്തെ ആ ഒരു ടൈമിൽ ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് ഒരു സാധനം കിട്ടിയില്ല. ഞങ്ങളത് മാക്സിമം ഡെക്കറേറ്റ് ചെയ്യാൻ വഴിയുന്നതൊക്കെ ആലോചിച്ചായിരുന്നു. പക്ഷെ ഒന്നും നടന്നില്ല. ഇനി അങ്ങനെ മതി. ഇപ്പൊ ഇതാണ് വീടിന്റെ പേര്, മാധവീയ. പിന്നെ അതിനുശേഷം അമ്മമ്മ വിളക്കൊക്കെ തെളിയിച്ചു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങളൊക്കെ ചെറിയ രീതിയിൽ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് റെഡിയാവാൻ പോയിട്ടുണ്ടായിരുന്നു. റെഡിയായി വരുന്നപ്പോഴേക്കും കുറച്ച് ലേറ്റുമായി. പിന്നെ അപ്പോഴേക്കും വീട് ഫുള്ള് ഗസ്റ്റൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ ഒരുപാട് പ്ലാനിങ് ഒക്കെ ഉണ്ടായിരുന്നു എനിക്ക്. കുറേ വീഡിയോസ് എടുക്കണം, എല്ലാവരെയും കാണിക്കണം, അങ്ങനെയൊക്കെ നല്ലൊരു വലിയൊരു വ്ളോഗായിരുന്നു എൻ്റെ മനസ്സിലുണ്ടായിരുന്നത്. പക്ഷേ വിചാരിച്ചതൊന്നും നടന്നില്ല. പ്ലാനിങ് മാത്രമേ നടന്നില്ല, അത് എക്സിക്യൂട്ട് ചെയ്യാൻ മാത്രം എനിക്ക് പറ്റിയില്ല. അതിൻ്റെ സങ്കടമുണ്ട്, പക്ഷെ കുഴപ്പമില്ല. ആരിവൻ കുട്ടിനി തൂക്കി പോകുന്നു, ഒരു ഗെറ്റ് റെഡി വിത്ത് മീ ഒക്കെ എടുക്കണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ ആ തിരക്കിലൊന്നും നടന്നിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഞാൻ വിചാരിച്ചത് എങ്ങനെയാണെങ്കിലും എൻ്റെ ഔട്ട്ഫിറ്റ് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. എനിക്കിത് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ട് എടുത്തതാണ്. ഞാൻ മനസ്സിൽ എന്താണോ വിചാരിച്ചത് അതെന്നെ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു 12 മണി ആയതിനു ശേഷം പിന്നെ വീട് ഫുൾ ആളായിരുന്നു. ഫുൾ ആളായിരുന്നു. പിന്നെ ഒന്നിനും ഒരു ഇത് കിട്ടുന്നുണ്ടായിരുന്നില്ല. വീഡിയോ എടുക്കാനാണെങ്കിലും എല്ലാം കൂടി തിരക്കായിരുന്നു. പിന്നെ എല്ലാവരും ഭക്ഷണമൊക്കെ കഴിക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. വെജിറ്റബിൾ ബിരിയാണി ആയിരുന്നു. ചിമ്മിയും ഭവ്യ എല്ലാവരും കൂടി നേരത്തെ തന്നെ ഫുഡ് കഴിക്കായിട്ടുണ്ടായിരുന്നു. അപ്പോഴേക്കും എൻ്റെ കാശിക്കുട്ട വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ പിന്നെ കുറച്ച് സമയം അവൻ്റെ കൂടെ തന്നെയായിരുന്നു. അതിനിടയിൽ ബാക്കിയെല്ലാവരും പോയി ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങളും ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു. വിശന്ന് പണ്ടാറടങ്ങിയിട്ടുണ്ടായിരുന്നു. കാരണം രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കാര്യമായിട്ട് അങ്ങനെയൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ എല്ലാം വന്നു. നല്ല അടിപൊളി വെജിറ്റബിൾ ബിരിയാണി ആയിരുന്നു. നല്ല വിശപ്പും ഉണ്ടായിരുന്നു. അതുകൊണ്ട് നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു. കഴിഞ്ഞതിന് ശേഷം പിന്നെ 1-2 റീലൊക്കെ എടുക്കാനുണ്ടായിരുന്നു. അതൊക്കെ എടുക്കാൻ പോയിട്ടുണ്ടായിരുന്നു. പിന്നെ അപ്പോഴേക്കും വൈകിട്ടായിരുന്നു. ഈ കാണുന്നതൊക്കെയാണ് ഇവർക്ക് കിട്ടിയിട്ടുണ്ടായിരുന്ന ഗിഫ്റ്റ്. സത്യം പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, അങ്ങനെ പ്ലാൻ ചെയ്തിരുന്ന വീഡിയോ എടുക്കാൻ പറ്റിയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ രാത്രിയായി. ഞങ്ങളൊക്കെ പോയി ഫ്രഷായി ഡ്രസ്സൊക്കെ മാറിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു.
ഇപ്പോഴും ഇങ്ങനെ ഗസ്റ്റൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഞങ്ങളെല്ലാവരും കൂടി പുറത്ത് അവിടെ ഇരുന്ന് ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ സംസാരിച്ചുകൊണ്ടിരുന്നായിരുന്നു. ഒരുപാട് ഫോട്ടോസൊക്കെ എടുക്കണമെന്നുണ്ടായിരുന്നു, പക്ഷേ അധികം ഫോട്ടോസും കാര്യങ്ങളും ഒന്നും നടന്നില്ല, എടുക്കാനും പറ്റിയിട്ടില്ല. എന്തിനു വരുന്ന എൻ്റെ വീഡിയോ പോലും ഞാൻ വിചാരിച്ചൊന്നും നടന്നില്ല. അപ്പോൾ ശരി ഗൈസ്, ഗുഡ് നൈറ്റ്. ഞാൻ ഗുഡ് നൈറ്റും പറഞ്ഞ് പോയതേ പിന്നീട് അങ്ങോട്ട് വീഡിയോ ഒന്നും എടുത്തില്ല. പിന്നെ ഏകദേശം ഒരു 10:30-11 മണിയായപ്പോഴേക്കും വീട്ടിലെത്തി ബോധം കെട്ട് കിടന്നുറങ്ങിയായിരുന്നു. പിന്നെ ഒന്നും ഓർമ്മയില്ലായിരുന്നു. പിന്നെ പിറ്റേ ദിവസം ലഞ്ച് മാമൻ്റെ വീട്ടിൽ നിന്നായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഉള്ളി വാട്ടാൻ പോയതായിരുന്നു. ഉള്ളി വാട്ടിക്കഴിഞ്ഞപ്പോഴേക്കും ഞാനേ മൊത്തം വാടിത്തളർന്നായിരുന്നു. ചിക്കൻ കറിക്ക് വേണ്ടിയിട്ടായിരുന്നു. പിന്നെ ഈ അടുപ്പിൻ്റെ ചൂടും ഉള്ളിൻ്റെ ഇതൊക്കെ കൊണ്ട് എൻ്റെ കണ്ണൊക്കെ നിറഞ്ഞ് ആകെ മൊത്തം പണിയായിട്ടുണ്ടായിരുന്നു. വീഡിയോ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല, ഓർമ്മയില്ല എന്തൊക്കെയോ എടുക്കണമെന്ന് വെച്ചാൽ ഒന്നും നടന്നില്ല. അപ്പം നമുക്ക് ഇത് കംപ്ലീറ്റ് ചെയ്യാം. ലാമി പറ. ടാറ്റ പറ. ചോദിച്ചു പറയൂല. ഫ്ലൈഗസ് കൊടുത്താ. വൈകിട്ട് പിള്ളേരൊക്കെ സ്കൂൾ വിട്ട് വരാൻ വേണ്ടി കാത്തിരിക്കുകയായിരുന്നു ഗിഫ്റ്റൊക്കെ അൺബോക്സ് ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ സ്കൂളും വിട്ട് എല്ലാവരും വന്നു. എല്ലാവരും കൂടെ ഒരുമിച്ച് ചെയ്ത് ഗിഫ്റ്റൊക്കെ അൺബോക്സ് ചെയ്തത് വേറെ തന്നെ രസമായിരുന്നു. ഇപ്പോൾ ഫസ്റ്റ് അൺബോക്സ് ചെയ്തപ്പോൾ കിട്ടിയത് ആ ഒരു ഫ്രെയിം ആയിരുന്നു. നല്ല ഉണ്ടായിരുന്നു, ഇതും കാണാൻ സൂപ്പറായിരുന്നു. എല്ലാ ഗിഫ്റ്റും അടിപൊളിയായിരുന്നു. കിച്ചണിൽ യൂസ് ചെയ്യാൻ പറ്റിയ പാത്രങ്ങൾ ഉണ്ടായിരുന്നു, ഫ്രെയിംസ് ഉണ്ടായിരുന്നു, ക്രോക്കറി ഐറ്റംസ് ഉണ്ടായിരുന്നു, പിന്നെ ഷോ പീസും ഉണ്ടായിരുന്നു.
അതിനിടയിൽ ഒരു ഗിഫ്റ്റ് ഞാനും അൺബോക്സ് ചെയ്തായിരുന്നു. അത് ഇതായിരുന്നു. എല്ലാവരും നോക്കി വെച്ച സാധനമായിരുന്നു. അത് ഞാൻ മെല്ലെ പൊക്കി ഞാൻ തന്നെ തുറക്കുന്ന തൊട്ട് ഞാൻ തുറന്നതായിരുന്നു. ഇത് കാണാൻ നല്ല രസമുണ്ടായിരുന്നു. ഭയങ്കര ക്യൂട്ടായിരുന്നു ഇത് കാണാൻ വേണ്ടിയിട്ട്. പിള്ളേർ സെറ്റ് എല്ലാവരും ഒരുമിച്ചുണ്ടായിരുന്നതുകൊണ്ട് തന്നെ ഫുൾ ഒച്ചപ്പാടും ബഹളവും ഒക്കെ ആയിരുന്നു. ഈ ഒരു സെറ്റ് ചിന്നു മാമന് ഗിഫ്റ്റ് ചെയ്തതായിരുന്നു. അമ്മേൻ്റെ ഫാമിലിയിലെ എല്ലാവരും ഉണ്ടായിരുന്നു അവിടെ അന്ന്, പ്രജിയേട്ടൻ ഒഴികെ. സത്യം പറഞ്ഞാൽ ഇങ്ങനെ എന്തെങ്കിലും ഫങ്ഷനൊക്കെ വരുന്ന സമയത്ത് പ്രജിയേട്ടൻ നല്ല രീതിയിൽ തന്നെ മിസ് ചെയ്യാറുണ്ട്. അങ്ങനെ ഹൗസ് വാമിങ്ങും കഴിഞ്ഞു, ഗിഫ്റ്റ് അൺബോക്സിങ്ങും കഴിഞ്ഞു. ചിന്നു ഇന്നലെ രാത്രി തന്നെ തിരിച്ചു പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഈ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുവാണ്. ഇഷ്ടപ്പെടുവാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. എന്നെ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട്. നല്ലൊരു വീഡിയോ ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അപ്പോൾ വീണ്ടും കാണുന്നത് വരെ ബൈ.